വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എടാ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ എൻ്റെ +1 +2 10ാം ക്ലാസ്സിനെ അപേക്ഷിച്ച് അതായത് +2നെ അപേക്ഷിച്ച് +1 ചെയ്ത കുറച്ച് മണ്ടത്തരങ്ങളുണ്ട്. അതായത് +1 ഒരു ഡൗൺഫാൾ ഉണ്ടായ മുതലാണ് ഞാൻ ശരിക്കും പഠിച്ചാൻ തുടങ്ങിയത്. അത് എന്തൊക്കെ കാരണം, അതായത് ഞാൻ പറഞ്ഞാൽ അത്ര സംസാരിക്കാത്തൊരു കൂട്ടത്തിലാണ്. 10ാം ക്ലാസ്സിൽ നിന്ന് അധികം സംസാരിക്കും. എനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ ഭയങ്കര ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ പുറത്തുനിന്ന് പെട്ടെന്ന് ഒരാൾ വന്നാൽ ഞാൻ അത്ര ഒരു കംഫർട്ടബിൾ അല്ല. അവിടുന്ന് മാക്സിമം മാറി നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ +1 എന്തുണ്ടാ വെച്ചാൽ എനിക്ക് കുറേ സുഹൃത്തുക്കൾ കിട്ടി. അതായത് എനിക്ക് +1 ഞാൻ ഇപ്പോൾ എപ്പോഴും പോകുമ്പോൾ ഓർമ്മയുണ്ട്. അതായത് ഫസ്റ്റ് ദിവസം ഞാൻ അങ്ങനെ പോയെന്നിട്ടാ. അതായത് ഞാൻ ട്രാൻസ്ഫറിൽ സ്കൂൾ മാറിയ ഒരാളാണ്. അതായത് അപ്പോൾ വൈകിൽ നമ്മൾ ആ സ്കൂളിൽ ചെല്ലല്. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ഗേറ്റിൻ്റെ അവിടെ തന്നെ ഒരു ചങ്ങനെ കിട്ടി. ഓനക്കാണെങ്കിൽ ആ ക്ലാസ്സിലെ എല്ലാവരും അറിയാം. അങ്ങനെ ഓനെ കണക്ട് ചെയ്ത് അങ്ങനെ കുറേ സുഹൃത്തുക്കളെ എനിക്ക് 10ാം ക്ലാസ്സിനെ അപേക്ഷിച്ച് +1 കുറേ സുഹൃത്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ 10ാം ക്ലാസ് SSLC പറഞ്ഞാൽ SSLC ആണ് ദുനിയാവിലെ ഏറ്റവും വലിയ എക്സാമാണ്. നമ്മളെ സമൂഹത്തിൽ എല്ലാവർക്കും ഉള്ളൊരു മിഥ്യാധാരണ. പക്ഷെ അങ്ങനെയല്ല. SSLCയിലും +2 ഫുൾ A+ കിട്ടി കുറേ ആൾക്കാർ ഇന്നും തൊഴിലില്ലാതെ നടക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം, അതങ്ങനെ പോകും. പക്ഷെ എനിക്ക് ഈ +1 എനിക്ക് ആ പഠിക്കണം എന്നുള്ളത് തന്നെ പോയി. പിന്നെ എങ്ങനെ പഠിക്കും, പുതിയ സബ്ജക്റ്റാണ്. അതായത് ഞാൻ കൊമേഴ്സ് എടുത്തത്. എങ്ങനെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക, എന്താണ് ഇതിലുള്ളത്, അങ്ങനെയൊന്നും എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഒരു ഐഡിയ കിട്ടി വന്നപ്പോൾ തന്നെ ഒരു 3-4 മാസമായി. അപ്പോൾ തന്നെ അടുത്ത ഒരു എക്സാം തുടങ്ങുമല്ലോ. ഓരോ എക്സാം തുടങ്ങി. പിന്നെ ആ ട്രാക്കിൽ കയറാനുള്ളൊരു വൈകലുണ്ടാവും. പിന്നെ നമ്മൾ ആയിക്കന്ന് ശരിക്കും പോലെ റെഫർ ചെയ്ത് പഠിച്ചാൽ തുടങ്ങുമ്പോൾ നമ്മൾ കുറേ സമയം ആകെ വൈകി. എനിക്കിപ്പോൾ പറയാനുള്ളത്, അതായത് നിങ്ങളിപ്പോൾ +1 ആൾക്കാരും +1 ഇനി പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ടാവും. അതായത് ഒരു 2 months മാക്സിമം നിങ്ങൾ ഫ്രീ ടൈംസ് യൂസ് ചെയ്യുക. അതായത് നിങ്ങൾ ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ അത് മാക്സിമം പഠിച്ചാൽ നോക്കുക. അന്നാന്ന് പഠിച്ചാൽ, അതായത് +1 +2 അങ്ങനെ ഒരു അന്നാന്ന് പഠിച്ച് പോകാനുള്ളതുള്ളൂ. പക്ഷേ ഞാനൊക്കെ പറഞ്ഞാൽ പരീക്ഷൻ്റെ ലാസ്റ്റ് 3 ദിവസമൊക്കെ ഇങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ കുറച്ച് കസിൻസൊക്കെ പറഞ്ഞ് NSSൽ ചേർന്നാൽ പൊളിയാണ്, ലൈഫ് പൊളിയാണ്, സ്കൂൾ ലൈഫേ പൊളിയാണ്. NSS എന്താണെന്ന് പോലും അറിയാത്ത NSSൽ ചേർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എൻ്റെ ഫാമിലി പറഞ്ഞാൽ ഭയങ്കര അങ്ങനത്തെ ഒരു ഫാമിലി ആയതുകൊണ്ട് NSSൽ ചേർന്ന ലൈഫ് ഫുള്ള് സെറ്റാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ NSSൽ ലാസ്റ്റ് ഞാൻ സ്കൂളിൽ ചേർന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ NSSൽ ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ വരിക. അങ്ങനെ NSSൻ്റെ ഇത് തുടങ്ങി. എന്താ വെച്ചാൽ ഇൻ്റർവ്യൂ ചെയ്ത് എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ചെയ്യുന്നത്. അതായത് ഞാൻ സിമ്പിള് കിട്ടിയാ ഊട്ടി അല്ലെങ്കിൽ ചട്ടിയാറാൻ പോയിരുന്നു. അങ്ങനെ എന്തൊക്കെ ചോദിച്ച് അങ്ങനെ പറഞ്ഞിരുന്നു. ലാസ്റ്റ് NSSൻ്റെ ഇത് വന്നപ്പോൾ ലാസ്റ്റ് അതിൽ ഞാൻ അങ്ങനെ NSSും കിട്ടിയ അതിൽ NSSന്ന് ഒരുപാട് കുറച്ച് അധികം സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ NSSന്ന് അങ്ങനെ കുറേ സുഹൃത്തുക്കൾ കിട്ടി. അങ്ങനെ ഒരു ഫസ്റ്റ് ഇയർ അങ്ങനെയാണ് പോയി. ഫസ്റ്റ് ഇയറിൽ ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പൊക്കെ നിങ്ങൾ NSSൽ ജോയിൻ ചെയ്യാൻ കുറേ കുട്ടികൾ നമ്മൾ ചോദിച്ചു NSSൽ ചേരണോ, എന്താണ് NSSൽ ചേർന്നോളി. നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമൊക്കെ കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും. പിന്നെ ക്യാമ്പൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമായി കാരണം നിങ്ങൾക്ക് NSS ക്യാമ്പ്. നിങ്ങൾ ചിലപ്പോൾ അപ്പോൾ വലിയ രസം ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ആ വീഡിയോ എടുത്തൊക്കെ നോക്കുമ്പോൾ വലിയ നല്ല നാക്കുണ്ടാവും. നല്ല ഓർമ്മകളെ കാരണം, മെമ്മറീസേ കാരണം. പിന്നെ അങ്ങനെ ഞാൻ ചെയ്ത പൊട്ടത്തരം എന്താണ് പഠിക്കാനുള്ളത് എന്നുള്ളൊരു ധാരണ നമുക്ക് ആദ്യം ഉണ്ടാവണം. ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പോൾ അക്കൗണ്ടൻസി എന്താണെന്ന് ഞാൻ ആദ്യമായിട്ട് അക്കൗണ്ടൻസി ഇതെടുത്തപ്പോൾ കേൾക്കണം. ഒരിക്കലും പിന്നെ പറയാനുള്ളത് ലീവ് എടുക്കാതിരിക്കുക, മാക്സിമം ലീവൊക്കെ ഒഴിവാക്കുക. ലീവ് എടുത്ത് ലാസ്റ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇതൊക്കെ ഒപ്പിച്ചാൽ വലിയ തലവേദന പിടിച്ച പരിപാടിയാണ്. ചിലപ്പം എല്ലാവർക്കും അല്ല, ചിലവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ലീവ് എടുക്കേണ്ടി വരും. അങ്ങനെയല്ല, വെറുതെ ലീവ് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അതായത് വർക്ക് ഉണ്ട് പറഞ്ഞാൽ വർക്കിന് പോകുന്ന കുറേ ആൾക്കാർ. മാക്സിമം നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ പഠിക്കാൻ നോക്കുക. അതായത് പഠിക്കണ കാലേ പഠിക്കുള്ളൂ. വേറെ കാലങ്ങൾ ഇതിനായിട്ട് പുറപ്പെട്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടി ഇറങ്ങാറൊന്നുമില്ല. മാക്സിമം പഠിക്കണ കാലം മാക്സിമം യൂസ് ചെയ്ത് പഠിക്കുക. പിന്നെ എല്ലാവർക്കും ഇത് പറ്റിക്കണമെന്നില്ല. ചിലവർ വർക്ക് ചെയ്ത് നല്ല ചേർക്ക് പഠിക്കുന്ന കുറേ കുട്ടികളുണ്ട്. എനിക്കറിയാം, എൻ്റെ സുഹൃത്തുക്കൾ പല വർക്കിനും പോയി പഠിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പഠിക്കുക. മാക്സിമം നിങ്ങൾക്ക് കിട്ടിയ റിസോഴ്സൊക്കെ യൂസ് ചെയ്ത് മാക്സിമം പഠിക്കുക. പിന്നെ ഉള്ളത് ബുക്സ്. എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ
നിങ്ങൾ മാക്സിമം ബാക്കിയുള്ള പോലെ ബുക്കുകളൊന്നും വാങ്ങാതിരിക്കുക. അതായത് എൻ്റെ ഒരു കാര്യത്തിൽ എൻ്റെ അമ്മ എന്താ ചെയ്യൽ വെച്ചാൽ ബാക്കിയുള്ള എല്ലാ റിലേറ്റീവ്സിനും വിളിച്ചുകൊണ്ട് ബുക്സ് ചോദിച്ചു. അങ്ങനെ ബുക്സ് ചോദിച്ച് ബുക്കിൽ എന്താ വെച്ചാൽ ഒരു പേജ് മറിച്ചുമ്പോൾ രണ്ടാമത്തെ പേജ് ഉണ്ടാവില്ല, അത് കോപ്പി അടിച്ചാൻ വേണ്ടിയിട്ട് വെട്ടി കൊണ്ടുപോയിക്കും. പിന്നെ ഉള്ളത് പഴയകാലം കുറേ മുമ്പുള്ള ബുക്കുകളേക്കാരം, പക്ഷേ അത് കുറേ മുമ്പുള്ള ബുക്കുകളൊന്നും മാക്സിമം അവോയ്ഡ് ചെയ്യുക. എന്താ വെച്ചാൽ അതിൽ കുറേ പഠിച്ചാലുള്ളത് കട്ട് ചെയ്തതായിക്കാരം, കുറേ സിലബസ് കട്ട് ചെയ്ത സിലബസ് വെറുതെ നമ്മളിങ്ങനെ പഠിച്ചു പോയിക്കാരം. അതുകൊണ്ട് മാക്സിമം ഞാൻ ചെയ്ത ലാസ്റ്റ് എനിക്ക് +1 അപേക്ഷിച്ച് ഞാൻ +2 ചെയ്തതെന്ന് വെച്ചാൽ കുറേ പ്രിൻ്റ് എടുത്ത്, അതായത് ഓരോ സബ്ജക്റ്റും പ്രിൻ്റ് എടുത്ത് തന്നെ. ഇപ്പോൾ നിങ്ങളെ ചുറ്റുപാടുണ്ടെങ്കിൽ കുറഞ്ഞ പൈസക്ക് പ്രിൻ്റ് എടുക്കണ ഏതെങ്കിലും സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടെ പോയി എല്ലാതും പാടി പ്രിൻ്റ് എടുക്കാൻ നിങ്ങൾക്ക് മുതലാവും. അപ്പോൾ ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ അങ്ങനെ പ്രിൻ്റ് എടുത്ത് പഠിക്കുക. ബുക്സൊക്കെ മാക്സിമം ഒഴിവാക്കുക. അതായത് ബുക്സിലുള്ള കുറേ കാര്യങ്ങളൊക്കെ സിലബസിൽ നിന്ന് കട്ടായി പോയത് തന്നെ, അതാണ് നമ്മൾ വീണ്ടും പോയിട്ട് പഠിച്ചത്. പുതിയ ബുക്സുകളൊക്കെ ഉണ്ടാകും മാർക്കറ്റിൽ, അത് പുതിയത് വാങ്ങുന്നവർക്കൊന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കാണാപ്പാഠം പഠിച്ചാതിരിക്കുക. അതായത് കാണാപ്പാഠം പഠിച്ചിട്ട് കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് കാണാപ്പാഠം പഠിച്ചാതെ അന്നാന്ന് പഠിച്ചു പോയാൽ ഒരു സെറ്റാണ്. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ ഒരു അനുഭവമാണ്. നിങ്ങളുടെ അനുഭവമൊക്കെ നിങ്ങൾക്ക് ഒരാൾക്കാർക്ക് ഓരോ അനുഭവിക്കാറ്. നിങ്ങളുടെ അനുഭവം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, താങ്ക് യു.